മലയാള സിനിമയിൽ മാഫിയ പ്രവർത്തിക്കുന്നു എന്ന് തന്നെയാണ്. ഒരു ക്രിമിനൽ സംഘം, ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടുള്ള വ്യക്തികൾ കീഴടക്കിയെന്ന് പറയുന്നു. മാഫിയ സംഘം തന്നെ പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നു. ഈ നെക്സസിൽ സംവിധായകരുണ്ട്, നിർമ്മാതാക്കളുണ്ട്, പ്രധാനപ്പെട്ട താരങ്ങളുണ്ട്, നടിമാരോട്. അതുമാത്രമല്ല ഈ റിപ്പോർട്ടിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും വിവേചനം നേരിടുന്നു. ICC, അതായത് ഇന്റേണൽ കംപ്ലൈന്റ് കമ്മിറ്റി പേരിന് മാത്രമാണ് എന്നാണ് പറയുന്നത്. പുരുഷന്മാർക്ക്, അതായത് ഇൻഡസ്ട്രിയിലെ തെറ്റായ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന പുരുഷന്മാരെയും സിനിമയിൽ വിലക്കുന്നു എന്നതാണ്. അതിന് നിർമ്മാതാക്കളും സംവിധായകരും പ്രത്യേക താല്പര്യമെടുക്കുന്നു. ചെറിയ എന്തെങ്കിലും കാരണം പറഞ്ഞാണ് ഇത്തരത്തിൽ പുരുഷന്മാരെ പോലും വിലക്കുന്ന, അതായത് പ്രതികരിക്കുന്ന പുരുഷന്മാരെ പോലും വിലക്കുന്ന സാധ്യത ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ അവർ ഇത്തരത്തിലുള്ള അട്രോസിറ്റീസിനെ കുറിച്ച് പ്രതികരിക്കാൻ പോലും തയ്യാറാകുന്നു. അതായത് നടിമാർക്ക് ഇവിടെ അരക്ഷിതാവസ്ഥയാണ്, അതേക്കുറിച്ച് പ്രതികരിക്കുന്ന പുരുഷന്മാർക്കും അരക്ഷിതാവസ്ഥയാണ്. നമ്പർ ഇട്ടുകൊണ്ടാണ് ഹേമ കമ്മിറ്റി ഇവിടെ നടക്കുന്ന ചൂഷണങ്ങളെ കുറിച്ച് വ്യക്തമാക്കുന്നത്. അതിൽ ഡിജിറ്റൽ തെളിവുകളുണ്ട്, മൊഴികൾക്കൊപ്പം നൽകിയ രേഖകളുണ്ട്, മെസ്സേജുകളുണ്ട്, ദൃശ്യങ്ങളുണ്ട്. ഇതൊക്കെ തന്നെയും പരിഗണിച്ചുകൊണ്ടാണ് ഹേമ കമ്മിറ്റി പറയുന്നത് സെക്ച്വൽ ഡിമാൻഡ് മെയ്ഡ് ടു വിമൻ ഫോർ ദ വെരി എൻട്രി ഇൻ ടു ദ സിനിമ. അതായത് സിനിമയിൽ അവസരം കിട്ടണമെങ്കിൽ ഇത്തരത്തിലുള്ള ചൂഷണങ്ങൾക്ക് വഴങ്ങണമെന്നതാണ്. സിനിമയിൽ ചാൻസ് കിട്ടുന്നതിന് വേണ്ടി വഴങ്ങണമെന്നതാണ് കാലങ്ങളായി മലയാള സിനിമയിൽ ഉന്നയിക്കുന്ന ഗുരുതര ആരോപണം. അതിന് തെളിവുണ്ട് എന്നുകൂടിയാണ് ഹേമ കമ്മിറ്റി പറയുകയും ചെയ്യുന്നത്. അത്തരത്തിൽ സ്ത്രീകളെ പരാതിപ്പെടുന്ന, സ്ത്രീകളെ ടോർച്ചർ ചെയ്യുന്ന, അവരെ പീഡിപ്പിക്കുന്ന രീതിയാണ് ഉണ്ടാകുന്നത്. അവർ ഇത്തരത്തിൽ വഴങ്ങിയില്ലെങ്കിൽ അവരെ സിനിമയിൽ നിന്ന് തന്നെ വിലക്കുന്ന രീതിയാണ് ഉണ്ടാകുന്നത്. ഇത് മനുഷ്യാവകാശ ലംഘനമാണ്, നിയമവിരുദ്ധമാണ്, ഭരണഘടനാ വിരുദ്ധമാണ് എന്നുകൂടി ഹേമ കമ്മിറ്റി പറയുകയാണ്. ഈ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുമ്പോൾ എല്ലാവരെയും അടച്ചാക്ഷേപിക്കുന്നില്ല, അതുകൂടി പ്രേക്ഷകർ മനസ്സിലാക്കണം. എല്ലാവരും അടച്ചാക്ഷേപിക്കുകയല്ല, ഹിയർസയുടെ അടിസ്ഥാനത്തിലുമല്ല ഈ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്ന. ഓരോരുത്തരും അവരുടെ അനുഭവങ്ങൾ ചെന്ന് പറയുമ്പോൾ ചിലരെങ്കിലും, എല്ലാ വനിതകളും തന്നെ ചിലരെക്കുറിച്ച് വളരെ നല്ല അഭിപ്രായം പറയുന്നുണ്ട്. ചില സംവിധായകരെക്കുറിച്ചും ചില സിനിമോട്ടോഗ്രാഫർമാരെക്കുറിച്ചും വളരെ ബഹുമാനത്തോടു കൂടി തന്നെ ഇവരോട് അങ്ങനെ പെരുമാറുന്ന ചുരുക്കം ചില പേരുകൾ ഉണ്ട് ഈ മേഖലയിൽ എന്ന കാര്യം എടുത്തു പറയുന്നുണ്ട്. അതുകൂടി എഴുതി ചേർത്തിരിക്കുന്നു ഈ റിപ്പോർട്ടിൽ എന്നുള്ളതാണ്. ഇവിടെ ക്രിമിനൽ സംഘം, ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടുള്ള വ്യക്തികൾ കീഴടക്കി, അവരാണിത് നിയന്ത്രിക്കുന്നത്, അവർ പറയുന്നത് പോലെയാണ് മേഖല മുന്നോട്ട് പോകുന്നത് എന്ന് പറയുമ്പോഴും ഇത്തരം പ്രതീക്ഷയുടെ ചെറിയ നാമ്പുകൾ അവിടെ ഇവിടെ റിപ്പോർട്ടിൽ കാണാം. അത് ഹേമ കമ്മിറ്റി എടുത്തു പറയുന്നുമുണ്ട്. സായികുമാർ കൂടിയുണ്ട് വിവരങ്ങളുമായ. സായി, ഈ റിപ്പോർട്ടിന്റെ ഏത് ഭാഗമാണ് ഇപ്പോൾ? സ്മൃതി, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് ഹേമ കമ്മീഷൻ നിരീക്ഷിക്കുന്നത് സ്ത്രീകൾ, സിനിമാ രംഗത്തേക്ക് കടന്നു വരുന്ന സ്ത്രീകളെ കുറിച്ച് സിനിമയിലുള്ളവർ കരുതുന്നത് ഇവർ പണമുണ്ടാക്കാൻ വരുന്നതാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് ഏത് തരത്തിലുള്ള കോംപ്രമൈസിനും ഇവർ തയ്യാറാകും എന്നൊരു സ്വഭാവത്തിൽ പല ആളുകളും സിനിമാ മേഖലയിൽ പെരുമാറുന്നു എന്നൊരു നിരീക്ഷണം നടത്തിയിട്ടുണ്ട്. വളരെ കൗതുകരമായിട്ടുള്ള കാര്യം, സെക്ഷൽ ഹരാസ്മെന്റിനെ കുറിച്ചൊരു സെക്ഷൻ തന്നെ ഈ പറയുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുണ്ട്. അതിനകത്ത് നമുക്കൊക്കെ അറിയുന്നത് പോലെ സ്ഥിരമായി ഉപയോഗിക്കുന്ന രണ്ട് വാക്കുകൾ, അഡ്ജസ്റ്റ്മെന്റ്, കോംപ്രമൈസ്. നിങ്ങൾ അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാകണം, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് റോള് കിട്ടും. നിങ്ങൾ കോംപ്രമൈസിന് തയ്യാറാകണം, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് റോള് കിട്ടും. ഈ രീതിയിൽ രണ്ട് വാക്കുകൾ വളരെ സജീവമാണെന്ന് ഈ കമ്മിറ്റി നിരീക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിന് നോക്ക് ഓൺ ദി ഡോർ എന്നുള്ളതാണ്. രാത്രിയിൽ കിടന്നുറങ്ങുന്ന നടിയുടെ, അല്ലെങ്കിൽ ആ നടിയുടെ റൂമിൽ പോയി തട്ടുക എന്നുള്ളൊരു സ്ഥിരം പ്രതിഭാസമായിട്ട് നടക്കുന്നു എന്നൊരു കാര്യവും ഈ കമ്മിറ്റി നിരീക്ഷിക്കുന്നുണ്ട്. കാസ്റ്റിംഗ് കൗച്ച് ഉണ്ട് എന്ന് തന്നെ കമ്മിറ്റി കണ്ടെത്തുന്നുണ്ട്. കാസ്റ്റിംഗ് കൗച്ച് എന്ന് പറഞ്ഞാൽ ഈ റോളിന് വേണ്ടിയിട്ട് സ്ത്രീകളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്ന രീതി. അപ്പോൾ ഈ രീതിയിലൊക്കെ വളരെ ശക്തമായ നിരീക്ഷണങ്ങളുമായിട്ടാണ് കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. ഈ റിപ്പോർട്ട് ഒരിക്കലും വെളിച്ചം കാണരുതെന്ന് ആരൊക്കെയോ ആഗ്രഹിച്ചിരുന്നു എന്നുള്ളത് ശരിയാണ്. അതിന് കാരണം ഈ റിപ്പോർട്ട് വലിയ വലിയ കാര്യങ്ങൾ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നു. നമ്മുടെ സിനിമാ മേഖലയിൽ നിലനിൽക്കുന്ന ക്രിമിനൽ സ്വഭാവങ്ങളെ എല്ലാം തന്നെ പുറത്തു കൊണ്ടുവന്നിരിക്കുന്ന ഒരു റിപ്പോർട്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. വലിയ ശിക്ഷാ നടപടികൾ കൂടി ഈ റിപ്പോർട്ട് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അത് ഈ പറയുന്ന പെനാൽറ്റി മുതൽ തുടങ്ങി മറ്റ് പലതരത്തിലുള്ള സിവിൽ കോടതികളിൽ പോയി ജയിൽവാസം വരെയുള്ള ശിക്ഷകൾ അവതരിപ്പിക്കുന്നുണ്ട്. ഓൺലൈൻ ഹരാസ്മെന്റ് ടു അട്ടർ അനോയൻസൻ, അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഓൺലൈനിലൂടെ തകർക്കുക. പല ആളുകളെയും ആർക്കെങ്കിലും എതിരെ, സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആർക്കെങ്കിലും എതിരെ എന്തെങ്കിലും പറഞ്ഞാൽ രണ്ടുപേർക്കും ബാധകമാണ് കേട്ടോ. ആ നടിയെയോ നടനെയോ ഓൺലൈനിൽ ഹരാസ് ചെയ്യുന്ന രീതി, വൾഗർ പിക്ചേഴ്സ്, വീഡിയോസ് ഫേസ്ബുക്ക് ആൻഡ് അതർ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുന്നു. അതിനെതിരായും ശക്തമായ താക്കീത് നൽകിയിട്ടുണ്ട്. ചുരുക്കത്തിൽ ഡ്രഗിൻ്റെ അബ്യൂസ്, അതേപോലെ തന്നെ മദ്യം,
മയക്കുമരുന്ന്, ലൈംഗിക ചൂഷണം, ക്രിമിനൽ ഗൂഢാലോചന, ക്രിമിനൽ സംഘങ്ങളുടെ അടക്കി വാഴ്ച തുടങ്ങിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളിലേക്ക് ഈ റിപ്പോർട്ട് പോകുന്നു എന്ന് മാത്രവുമല്ല, ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് കേരളത്തിലെ ഈ ഫിലിം ഇൻഡസ്ട്രിയിൽ സ്ത്രീകൾ ഇൻസെക്യൂർ ആണ് എന്നാണ്, അരക്ഷിതരാണ് എന്നാണ്. അവർ പീഡിപ്പിക്കപ്പെടുക മാത്രമല്ല, വാക്കുകൾ കൊണ്ടുപോലും ഹരാസ് ചെയ്യപ്പെടുന്ന അവസരമുണ്ട്. അങ്ങനെയൊക്കെ സംഭവിച്ചാൽ നിശബ്ദരായി നിന്നുകൊള്ളണം. നിശബ്ദരായി നിൽക്കാത്ത ആക്രമിക്കപ്പെട്ട സംഭവങ്ങളിൽ മിണ്ടാതിരുന്നിട്ടുണ്ട്.